മനുഷ്യർക്ക് മാത്രമല്ല ദൈവങ്ങൾക്കുമുണ്ട് 5 കാലഘട്ടങ്ങൾ. അങ്ങനെ 5 കാലഘട്ടങ്ങളിൽ 5 സ്ഥലങ്ങൾ. കാന്തമലയിൽ ഭഗവാൻ മോക്ഷത്തിന്റെ പ്രതീകം, ശബരിമലയിൽ യോഗിയായ ശ്രീ ധർമ്മശാസ്ത്ര, അച്ചൻകോവിലിൽ ഗൃഹസ്ഥനായ അയ്യപ്പസ്വാമി, ആര്യങ്കാവിൽ യുവാവായ ശാസ്ത്ര. ഞാനിപ്പോൾ ഉള്ളത് അയ്യപ്പസ്വാമിയെ ബാലശാസ്താവായി കാണാൻ കഴിയുന്ന ഒരേ ഒരു ക്ഷേത്രം, കുളത്തൂർ പുഴയിലെ, അതായത് നമ്മുടെയെല്ലാം കുളത്തൂർ പുഴയിലെ ബാലശാസ്ത്ര. കാട്ടിന്റെ നിശബ്ദതയിൽ ഒരു ചെറു പുഞ്ചിരിയോടെ ഭക്തരെ വരവേൽക്കുന്ന ഒരു കുട്ടി ദൈവം. പ്രായത്തിൽ ബാലനും അനുഗ്രഹത്തിൽ അനന്തനും. വിശ്വാസം പറയുന്നത് ഈ ശിലയ്ക്ക് പിന്നിൽ പരശുരാമന്റെ അനുഗ്രഹം എന്നാണ്. എന്നാൽ ചരിത്രം പറയുന്നത് രക്തം വാർന്ന ശിലയിൽ നിന്നാണ് ഈ ക്ഷേത്രത്തിന്റെ ജന്മം ഉണ്ടായി എന്നാണ്. കാടിക്കുഴിയക്ഷിയമ്മ സുന്ദരയക്ഷിയായി മാറിയതും ഈ ബാലശാസ്താവിന്റെ ചൈതന്യത്തിലാണ്. സന്താനങ്ങളില്ലാത്ത ദമ്പതിമാർ ഭഗവതിയുടെ മുന്നിൽ തൊട്ടിൽ കെട്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകുമെന്നാണ് ശാസ്ത്രവും അത് തന്നെയാണ് സത്യവും. തിരിച്ച് പിന്നെയും ഇവിടെ വന്ന് ഭഗവതിക്കായി തൊട്ടിൽ കെട്ടി പ്രാർത്ഥിക്കണം. അതിഗംഭീരവും അതിവിചിത്രവുമായ ഒരു ഗംഭീര വഴിപാടുണ്ട് ശ്രീ ധർമ്മശാസ്താവ്. ബാലശാസ്താവിന്റെ കളിക്കൂട്ടുകാരിയായ മത്സ്യകന്യകയ്ക്ക് മീനൂട്ട് നടത്തിയാൽ മാറാത്ത ത്വക്ക് രോഗങ്ങളുമില്ല, തീരാത്ത പ്രശ്നങ്ങളും. ശ്രീകോവിലിന്റെ അടുത്തായി ഒരു വെള്ളി മീനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. ഇതിന്റെ പിന്നിൽ കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ കേൾക്കുന്ന ഒരു കഥയുണ്ട്. മത്സ്യബന്ധനം പൂർണ്ണമായി നിരോധിച്ചിട്ടുള്ളതാണ് ക്ഷേത്രത്തിന് മുന്നിലുള്ള കല്ലടയാണ്. മീനൂട്ട് നേർച്ച നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ മത്സ്യബന്ധനം പാടില്ല. അങ്ങനെയിരിക്കെ ക്ഷേത്രത്തിൽ ആരും അറിയാതെ ഇവിടെയുള്ള ഒരാൾ മീനെ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി കറി വയ്ക്കും. കറി തിളച്ച് കുറച്ചു നേരം കഴിഞ്ഞ് ചട്ടിയിലേക്ക് നോക്കുന്ന അയാൾ കാണുന്നത് കറി മാത്രമായിരുന്നു, അതിൽ മീനുകളില്ലായിരുന്നു. തെറ്റ് മനസ്സിലാക്കിയ മനുഷ്യൻ അർദ്ധരാത്രിയിൽ ബാലശാസ്താവിൻ്റെ അടുത്ത് എത്തുകയും മാപ്പപേക്ഷിക്കുകയും ചെയ്യും. ഇതിന്റെ മാപ്പ് സൂചനയായി ഒരു വെള്ളി മത്സ്യത്തെ ഇന്നും ഈ ക്ഷേത്രത്തിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നു. കപ്പലണ്ടി, കടല, അവില്, മലര്, പുഷ്പം എന്നിവ ചേർത്ത് മീന് ആഹാരം കൊടുക്കണം. ആഗ്രഹ നിവൃത്തിക്കും രോഗശാന്തിക്കും വേണ്ടിയിട്ട് ഭഗവാനെ കാണാനെത്തുന്ന ഭക്തർക്ക് ബാലശാസ്താവ് കൊടുക്കുന്നത് അത്ഭുതങ്ങളാണ്. കേട്ടിട്ടില്ലേ, കുളത്തൂപ്പുഴയിലെ ബാലകനെ അച്ചൻകോവിൽ ആണ്ടവരെ. സ്വാമിയെ ശരണമയ്യം.